ആണ് ഈ സമ്പുഷ്ടങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഞ്ചഗവ്യ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. കാരണം ഈ ശാസ്ത്രമൊക്കെ വളരുന്നതിന് മുമ്പ് തന്നെ നമ്മളെ പൂർവികർ പണ്ട് കാലം തൊട്ടേ പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 വസ്തുക്കൾ, അതായത് ചാണകം, ഗോമൂത്രം, പാല്, തൈര്, നെയ്യ്, ഇവയെല്ലാം വിവിധ അളവിൽ ചേർത്ത് ഉണ്ടാക്കിയ സാധനമാണ് പഞ്ചഗവ്യ. അതുകൊണ്ട് തന്നെയാണ് പഞ്ചഗവ്യം എന്നുള്ള പേര് കിട്ടുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ചെടിക്ക് വേണ്ട പഞ്ചഗവ്യമാണ്. പഞ്ചഗവ്യത്തിൽ ആദ്യം നമ്മൾ ചാണകം നെയ്യുമായിട്ട് കലക്കും, നെയ്യുമായിട്ട് മിക്സ് ചെയ്യും. അതായത് 5 കിലോ ചാണകത്തെ 1/2 കിലോ നെയ്യ്, അതാണ് അതിൻ്റെ ഒരു ഫോർമുലേഷൻ. 5 കിലോ ചാണകം, 1/2 കിലോ നെയ്യ്, 2 കിലോ പാല്, 2 കിലോ തൈര്, 5 ലിറ്റർ ഗോമൂത്രം. ഇതാണ് അതിന് വേണ്ട ഒരു ഫോർമുലേഷൻ, ചെടിക്ക് വേണ്ട പഞ്ചഗവ്യത്തിൻ്റെ ഒരു ഫോർമുലേഷൻ. ഒരു ദിവസം വയ്ക്കുക, ഒന്നല്ലെങ്കിൽ 2 ദിവസം വയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ചേർക്കേണ്ടത് ഗോമൂത്രമാണ്. ഗോമൂത്രം 3 മുതൽ 5 ലിറ്റർ വരെ ചേർക്കാം. നിങ്ങൾക്ക് ഏതിനാണോ പഞ്ചഗവ്യ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ഗോമൂത്രത്തിൻ്റെ അളവ് ക്രമീകരിക്കാം. രാവിലെയും വൈകിട്ടും ഒരു ഏകദേശം ക്ലോക്ക് വൈസിലൊരു 50 പ്രാവശ്യങ്ങൾ ഇളക്കണം. ഇളക്കി 2 ദിവസം വച്ചിരുന്നിട്ട് ഏകദേശം 4-ാം ദിവസം നമുക്ക് അതിൽ പാല് ചേർക്കാം. മൂന്നാമത് ചേർക്കേണ്ട സാധനം നാലാമത് ചേർക്കേണ്ട സാധനം പാലാണ്. പാല് ചേർത്ത് വീണ്ടും 2 ദിവസം വെച്ചിരുന്നിട്ട് നമുക്ക് തൈര് ചേർക്കാം. അങ്ങനെ ഏകദേശം ഒരു 8 ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഞ്ചഗവ്യം റെഡിയാവും. ആ പഞ്ചഗവ്യം നമ്മൾ അരിച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ 3 പ്രാവശ്യമായിരിക്കണം. ഞങ്ങൾ സ്പ്രേ ചെയ്യുന്ന പഞ്ചഗവ്യമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അത് 3 പ്രാവശ്യം പല തരത്തിലുള്ള തുണികളിലായിട്ട് അരിച്ച് ഞങ്ങൾ പാക്ക് ചെയ്താണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. ചെടികളുടെ നല്ല വളർച്ചയ്ക്കും പെട്ടെന്നുള്ള പൂവിടലിനും 1 ലിറ്റർ വെള്ളത്തിൽ 20 മുതൽ 40 മില്ലി വരെ മിൽക്കോ പഞ്ചഗവ്യ ചേർത്ത് തളിക്കാവുന്നതാണ്. 2 ലിറ്റർ ക്യാൻ പഞ്ചഗവ്യയ്ക്ക് വില 130 രൂപ. പഞ്ചഗവ്യയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് ക്രോപ്പ് ബൂസ്റ്റർ. 16ഓളം ന്യൂട്രിയൻസ് ചേർത്തുണ്ടാക്കിയ ക്രോപ്പ് ബൂസ്റ്റർ ചെടികളുടെ ചുവട്ടിലൊഴിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പഞ്ചഗവ്യ തന്നെയാണ്. പഞ്ചഗവ്യയിൽ നമ്മൾ പല ഐറ്റംസ്, പല മൈക്രോ ന്യൂട്രിയൻസ്, നാനോ പാർട്ടിക്കിളിൽ ചേർത്തിട്ടാണ്, നാനോ ടെക്നോളജിയുടെയും കൂടെ അഡ്വാൻറ്റേജ് കിട്ടത്തക്ക വിധത്തിലാണ് ഇത് ചേർത്തേക്കുന്നത്. കാരണം ഇതിലൂടെ നമ്മൾ പ്രയോഗിക്കുന്ന ന്യൂട്രിയൻസ് യാതൊരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകില്ല. അപ്പോൾ അതിൽ ചെടിക്ക് വളരെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയും. ആ വിധത്തിലാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ നമ്മൾ സോളിബിലൈസ് ചെയ്ത എല്ലാ മിനറൽസും ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചഗവ്യയുടെ എല്ലാ അഡ്വാൻറ്റേജസും പ്രോബയോട്ടിക്സും ലാക്ടോബാസിലസും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേരുമ്പോൾ ഇതൊരു ഒരു ആൾ ഇൻ വൺ ഫോർമുലേഷൻ എന്ന് പറയാം. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചെടി ഒരാഴ്ചയ്ക്കും അതിൻ്റെ വളർച്ചയിൽ ഒരാഴ്ച തൊട്ട് അതിൻ്റെ വളർച്ച മാറ്റം കാണാം. ന്യൂട്രിയൻ സൊല്യൂഷനാണ് പ്രത്യേകം വച്ചേക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി അരിച്ചാണ് നമ്മൾ ഈ ക്രോപ്പ് ബൂസ്റ്റർ ഉണ്ടാക്കുന്നത്. ചാണകം ഉണക്കിപ്പൊടിച്ച് 10 കിലോ പാക്കുകളാക്കി ഇവിടെ വിൽപ്പന തുടങ്ങി. സാധാരണ ചാണകത്തിൽ ഒരുപാട് ഫംഗസ് ഉണ്ടാകാറുണ്ട്. അതായത് പൈത്യം, അതുപോലെ ഒരുപാട് ഫംഗസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ പുഴുക്കൾ വരാറുണ്ട്. അപ്പോൾ പല സ്ഥലത്തു നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ചാണകം ഞങ്ങൾ അതുപോലെയല്ല പാക്ക് ചെയ്യുന്നത്. അത് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യും. അതായത് ഫംഗസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സിഡോമോണാസ്, ട്രൈക്കോഡർമ അതുപോലുള്ള സാധനങ്ങൾ കൊടുക്കും. പുഴുക്കളെ നശിപ്പിക്കാനായിട്ട് മെറ്റാറൈസിയം, വെർട്ടിസില അതുപോലുള്ള ഫംഗസിന് കൊടുത്തിട്ട് ഇവിടുന്ന് പോകുന്ന ചാണകം 100% നമ്മൾ പ്രോസസ്ഡായിട്ടാണ് കൊടുക്കുന്നത്. അതിൽ ഇതുപോലുള്ള അണുക്കളോ അല്ലെങ്കിൽ കീടങ്ങളോ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ആണ് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്. കൊണ്ടുവരുന്ന ചാണകം അതുപോലെ ഇട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് വീണ്ടും ഷെഡിനകത്ത് കയറ്റിയിട്ട് വീണ്ടും ഒരു പ്രോസസ്സ് ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ചിറയൻകീഴ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ഗൗരി പറയുന്നത് കേൾക്കൂ. ചിറയൻകീഴ് ബ്ലോക്കിൽ ചിറയൻകീഴ് ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ ക്ഷീര സഹകരണ സംഘമാണ് മേൽക്കടയ്ക്കാവൂർ ക്ഷീര വ്യവസായ സംഘം. അവർ പാലിൻ്റെ മൂല്യവർദ്ധിത സംഭരണം കൂടുകയും അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. അത് വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കി. അതിനുശേഷം ഗോമൂത്രം, ചാണകം ഇവയുടെ സംസ്കരണം, വിപണനം അത് വിജയകരമായിട്ട് നടപ്പിലാക്കുകയും അതുമൂലം കാർഷിക മേഖലയ്ക്കും വളരെ കൂടുതൽ പ്രയോജനം കിട്ടുന്ന വിധത്തിൽ അത് മാറ്റിയെടുക്കാനും അവർക്ക് സാധിച്ചു. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. നാടിനെയും നാട്ടാരെയും തിരിച്ചറിഞ്ഞ് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മനസ്സിലാക്കി നൂതന സാങ്കേതിക വിദ്യകളുടെ അനന്ത സാധ്യതകൾ അവർക്ക് വെളിവാക്കി സർക്കാരിതര സ്ഥാപനങ്ങളുടെ പദ്ധതികളിലൂടെ അവരെ സഞ്ചരിപ്പിച്ച് അവരുടെ അധ്വാന ഫലങ്ങൾ
ലോകർക്കേവർക്കും വിളമ്പാൻ വെമ്പി മുന്നേറുന്ന മേൽക്കടയ്ക്കാവൂർ ക്ഷീരവികസന സഹകരണ സംഘത്തിൻ്റെ ഈ ബാനർ ലിഖിതം നോക്കൂ. സ്വയം തൊഴിൽ സംരംഭാന്വേഷകരെ, കടന്നുവരൂ, മനസ്സിലാക്കൂ എന്നിലെ സാധ്യതകളെ. പരോപകാരിതയിലൂടെ സമൃദ്ധിയുടെ ശൃംഗങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴും അതിന് നിമിത്തമായി തീർന്ന പശുവിനെ മഹത്വവൽക്കരിക്കുന്ന ഈ എളിമയുടെ സൗഭാഗ്യത്തെ നമുക്കും വാഴ്ത്താം.